ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയും അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. അത് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, മധ്യകാല ഇന്ത്യ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. 2 ചിത്രങ്ങളും നമുക്ക് പരിചയമുള്ള ചിത്രങ്ങളാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. ഇത് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്താണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ചിത്രം കാണിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ്. ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഇതിൻ്റെ പേര്? ഇതാണ് ചെങ്കോട്ട. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻ കിട്ടി. ആരാണ് ഏത് മുഗൾ ഭരണാധികാരിയാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്? ആരാണ്? നമ്മുടെ ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് എന്ത് ചെയ്തത്? ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. അതുപോലെ ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് നമ്മൾ 2ാമതായി കണ്ടത്. അപ്പോൾ 2ാമത് കാണിച്ച ചിത്രം ഏതാണ്? ചിത്രം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപി. ഈ ഹംപിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ 50 രൂപയിൽ ഇപ്പോഴത്തെ ഒരു 50 രൂപയിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഏതാണ്? കാണുന്ന ചിത്രം നമ്മുടെ ഹംപിയുടെ ചിത്രമാണ് 50 രൂപയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹംപിയുടെ ചിത്രം. അപ്പോൾ 50 രൂപ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഹംപിയുടെ ചിത്രം കാണാൻ പറ്റും. അപ്പോൾ ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളെക്കുറിച്ച് ആണ് ഈ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1ാമതായിട്ട് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. അപ്പോൾ ആരാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്? ബാബർ. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാല പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് താഴെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ 1526 സ്ഥാപിക്കുന്ന ഈ മുഗൾ ഭരണം ഏതുവരെ നിലനിന്നിരുന്നു? 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി നമ്മുടെ മുഗൾ ഭരണം എന്ത് ചെയ്തു? നിലനിന്നിരുന്നു. അപ്പോൾ ഏതൊക്കെ ഭരണാധികാരികൾ നമ്മുടെ മുഗൾ ഭരണത്തിൽ ഭരണം നടത്തിയിട്ടുണ്ടെന്ന് ഇവിടെ ഒരു പദസൂര്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആരൊക്കെയാണ് നമ്മുടെ ഡൽഹി ആസ്ഥാനമാക്കി മുഗൾ ഭരണം നടത്തിയ രാജാക്കന്മാർ? അപ്പോൾ 1ാമതായിട്ട് ബാബർ. 1526 മുതൽ 1530 വരെയാണ് ബാബറിൻ്റെ ഭരണകാലഘട്ടം. അപ്പോൾ ബാബർ ഏത് മുതൽ ഏതുവരെ ഭരണം നടത്തി? 1526 മുതൽ 1530 വരെ ഡൽഹി കേന്ദ്രമാക്കി മുഗൾ ഭരണം നടത്തിയ മുഗൾ ഭരണ സ്ഥാപകനാണ് ആര്? നമ്മുടെ ബാബർ.
അപ്പോൾ ബാബറിൻ്റെ കാലഘട്ടം നോട്ട് ചെയ്യുക. 1526 മുതൽ 1530 വരെയാണ് ബാബർ എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. അടുത്ത രണ്ടാമത് പറയുന്നു ഹുമയൂൺ. ബാബറിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഹുമയൂൺ 1530 മുതൽ 1540 വരെ ആദ്യഘട്ടത്തിൽ ഭരണം നടത്തി. അത് കഴിഞ്ഞ് 1540 അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഭരണം നഷ്ടമായി. പിന്നീട് അത് തിരിച്ചു പിടിച്ചു. 1555, 56 ആ ഒരു വർഷക്കാലം കൂടി എന്ത് ചെയ്തു? ഡൽഹി ഭരണം നടത്തി. 1530, 1540 പിന്നീട് എന്താണ് 15 വർഷത്തിന് ശേഷം 1555, 1555, 1556 ഒരു വർഷക്കാലം ഭരണം നടത്തി. ഇനി നമ്മൾ പറയുന്നു അക്ബറുടെ പ്രത്യേകത 1556 മുതൽ 1605 വരെ എന്ത് ചെയ്തു? അക്ബർ ഭരണം നടത്തി. 1556 മുതൽ 1605 വരെ മുഗൾ ചക്രവർത്തിയായിരുന്നത് ആരാണ്? നമ്മുടെ അക്ബറാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ആരാ? ജഹാംഗീർ. ജഹാംഗീർ 1605 മുതൽ 1627 വരെ എവിടെ ഭരണം നടത്തി? നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൽ ഭരണം നടത്തി. 1605 മുതൽ 1627 വരെ ജഹാംഗീർ. ഇനി ആരാണ്? ഷാജഹാൻ. ഷാജഹാൻ 1628 മുതൽ 1658 വരെ മുഗൾ ഭരണത്തിൽ ഉണ്ടായിരുന്നു. 1628, 1658 വരെ. ദെൻ അടുത്ത് നമ്മൾ പറയുന്നത് ഔറംഗസീബ്. 1658 മുതൽ 1707 വരെ ആര് ഭരണം നടത്തി? ഔറംഗസീബ് ഭരണം നടത്തി. അപ്പോൾ നമ്മുടെ പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയുന്നു ആരൊക്കെയായിരുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞു ആരാ? ബാബർ. രണ്ടാമത് ആരാണ്? ഹുമയൂൺ. മൂന്നാമത് അക്ബർ. നാലാമത് ജഹാംഗീർ. അഞ്ചാമത്തെ ആളാരാണ്? ഷാജഹാൻ. ആറാമത്തെ ആള് നമ്മുടെ ഔറംഗസീബ്. ഇനി 1857 കാലഘട്ടത്തിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുഗൾ ചക്രവർത്തിമാരെ ചുരുക്കി ഒരു പേര് പറയും. അതാണ് ഭാജ് സാബ്. ഭാജ് സാബ്. നമ്മൾ ഭായ് സാബ് എന്നൊക്കെ പറയൂലേ, അതുപോലെ ഭാജ് സാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മുഗൾ ചക്രവർത്തിമാരാണ്. ഈ നമ്മുടെ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, അതുപോലെ ബഹദൂർ ഷാ രണ്ടാമൻ. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കുള്ളതാണ്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. അപ്പം നമുക്കറിയാം മുഗളന്മാരുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിവിസ്തൃതമായ ഒരു രാജ്യമാണ് ആർക്കുണ്ടായിരുന്നത്? മുഗളന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ, നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യക്ക് പുറമെ നമ്മുടെ അയൽ രാജ്യങ്ങളിലും എന്ത് ചെയ്തു? ഈ മുഗൾ ഭരണം എന്ത് ചെയ്തു? വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഔറംഗസീബിൻ്റെ ഭരണകാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഔറംഗസീബിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും 1707 അല്ലേ നമ്മുടെ ആരുടെ കാലഘട്ടം? ഔറംഗസീബിൻ്റെ കാലഘട്ടം 1658 മുതൽ 1707 വരെ ഏറ്റവും കൂടുതൽ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഔറംഗസീബാണ്. അപ്പോൾ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യക്ക് പുറമെ ഏതെല്ലാം രാജ്യങ്ങളിലെ ഭൂപടത്തിൽ ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും ഏതൊക്കെ രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഏതാണ് ഇവിടെ? കുറച്ചുകൂടി ഒന്ന് വലിക്കും. ഓക്കെ. അപ്പോൾ എവിടെയാണ് നമ്മളിതാ ഈ കാബൂളൊക്കെ എവിടെയാണ് വരുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ് വരുന്നത്. അപ്പം നമുക്ക് പറയാം അഫ്ഗാനിസ്ഥാൻ.
അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഏതാണ് ഈ പെഷവാർ, ലാഹോർ അതുപോലെ മുൾട്ടാൻ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? പാകിസ്ഥാൻ. അപ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ എവിടെയാണ്, പിന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ്? നമ്മുടെ ധാക്ക, അതായത് ഇവിടെ ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശും ഏതിൻ്റെ ഭാഗമായിരുന്നു? നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൽ ഔറംഗസീബിൻ്റെ ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ബംഗ്ലാദേശ്. അപ്പോൾ ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. ഏത്? ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ ഏതൊക്കെ അയൽ രാജ്യങ്ങളിൽ മുഗൾ സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ എന്ത് വ്യാപിച്ചിരുന്നു? മുഗൾ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. ഇനി നമ്മൾ പറയുന്നത് മുഗളരും ഒന്നാം പാനിപ്പട്ട് യുദ്ധവുമാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് നോക്കാം. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അപ്പോൾ മുഗൾ എന്ന് പറയുന്ന പേര് ഏത് പദത്തിൽ നിന്നുണ്ടായതാണ്? മംഗോൾ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരാണ്? 1526 നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ആര്? നമ്മുടെ ബാബർ പിതാവ് വഴി ആരുടെ? തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മുഗൾ അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന മുഗൾ എന്ന് ഈ രാജവംശത്തെ വിളിച്ചത് ആരാണ്? 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാണ് ഇവരെ അങ്ങനെ വിളിച്ചത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പട്ടിൽ വച്ച് ഏറ്റുമുട്ടി. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? 1526 ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടി? നമ്മുടെ ഇബ്രാഹിം ലോധി എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പട്ടിൽ വച്ച് എന്ത് ചെയ്തു? ഏറ്റുമുട്ടി. അപ്പോൾ നിലവിൽ പാനിപ്പട്ട് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹരിയാനയിലാണ്. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം എന്നാണ്? 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിൽ? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നു. എവിടെ വെച്ച് നടന്നു? ഹരിയാനയിലെ പാനിപ്പട്ട് എന്ന സ്ഥലത്തിൽ. ഏത് വർഷം ചോദിച്ചാൽ 1526 നടന്നു. അപ്പോൾ ഈ യുദ്ധമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഒന്നാം പാനിപ്പട്ട് യുദ്ധമെന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ബാബറാണ്. അങ്ങനെയാണ് 1526 ബാബർ എന്ത് ചെയ്തു? മുഗൾ ഭരണം സ്ഥാപിച്ചു. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ ഇത് എന്താണ്? ഇതൊരു ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം CE 1605 എഴുതിയ ഒരു അനുശോചനക്കുറിപ്പാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ആരാ ഇത് എഴുതിയത്? ഈ അനുശോചനക്കുറിപ്പിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക്കാണ് ഇത് എഴുതിയത്. ഈ അനുശോചനക്കുറിപ്പ് എഴുതിയത് അക്ബർ മരിച്ചു കിടക്കുമ്പോൾ അക്ബറുടെ മരണാനന്തരം CE
1605 നമ്മുടെ അക്ബർ മരിക്കുന്നത്. 556 മുതൽ 1605 വരെയാണ് അക്ബറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക്ക് എഴുതിയ അനുശോചനക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായി? അക്ബർ എന്ന് പറയുന്നത് അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഇനി എന്താണ്, ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ചിന്തയില്ലാതെ എല്ലാവരോടും നീതി പുലർത്തിയ ഒരു ഭരണാധികാരി. അപ്പം നമുക്ക് പറയാം നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. ഇനി ശക്തനോട് കരുത്തരോട് ശക്തമായും ദുർബലരോട് എങ്ങനെയാണ് കരുണയോടും പെരുമാറിയ ഒരു ചക്രവർത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കരുത്തരോട് ശക്തമായി പെരുമാറി, അതുപോലെ അശക്തരാണെങ്കിൽ എന്താണ്, കരുണയോട് കൂടി പെരുമാറി. അപ്പോൾ കരുണയും നീതിയും ഒക്കെയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ആര്, നമ്മുടെ അക്ബർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നു, നോക്കേ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അക്ബർ ചക്രവർത്തി എല്ലാ മതക്കാരോടും എന്താണ്, സഹിഷ്ണുത പുലർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എല്ലാവരോടും മതപരമായ കാര്യങ്ങളെക്കുറിച്ച് വിവിധ മതസ്ഥരുമായൊക്കെ ചർച്ച നടത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനർത്ഥം നമുക്ക് മനസ്സിലായി എന്താണ്, അക്ബർ ഒരു എല്ലാ മതത്തോടും മതസഹിഷ്ണുത പുലർത്തിയ ചക്രവർത്തിയായിരുന്നു. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം ചോദിച്ചാൽ നമ്മൾ പറയും 1575 അക്ബർ എന്ത് സ്ഥാപിച്ചു, ഇബാദത്ത് ഖാന സ്ഥാപിച്ചു. അക്ബർ എവിടെയാണ് ഇബാദത്ത് ഖാന സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഏതാണ്, ഫത്തേപൂർ സിക്രിയിലാണ് അക്ബർ എന്ത് ചെയ്തത്, ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അപ്പോൾ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് ഏത് സ്ഥലത്താണ്, അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലാണ്. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അപ്പോൾ വിവിധ മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും പ്രമുഖന്മാരുമൊക്കെ ഈ ഇബാദത്ത് ഖാനയിൽ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അക്ബർ പിന്തുടർന്നിരുന്നത് മതസഹിഷ്ണുതാ നയമാണ്. അപ്പോൾ ഈ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് അക്ബറിൻ്റെ മതസഹിഷ്ണുതയെ വിളിച്ചു ഓതുന്ന ഒരു അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ്. 1575 അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ച ഏത് മതസ്ഥാപനം, ഇബാദത്ത് ഖാന. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അപ്പോൾ അക്ബറിൻ്റെ ദർശനം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ് അക്ബറിൻ്റെ ദർശനം, ദിൻ ഇലാഹി. എന്താണ് ദിൻ ഇലാഹി എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. അപ്പോൾ എന്താണ് ദിൻ ഇലാഹി എന്നതിൻ്റെ അർത്ഥം, എല്ലാവർക്കും സമാധാനം. അപ്പോൾ ദിൻ ഇലാഹി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമാധാനം, അല്ലെങ്കിൽ അതിൻ്റെ അറബി അർത്ഥമാണ് സുൽഹി കുൽ എന്നതാണ് നമ്മുടെ ദിൻ ഇലാഹി എന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. ഇനി എന്താണ്, എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ദിൻ ഇലാഹി സ്ഥാപിക്കുന്നതിലൂടെ അക്ബറിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്തായിരുന്നു? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ചിത്രം കണ്ടോ?
ദേ നോക്കിയേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. 1575 അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രിയുടെ ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫത്തേപൂർ സിക്രി. ഇനി ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ അക്ബർ എന്ത് ചെയ്തു? ജസിയ എന്ന് പറയുന്ന ഒരു മതനികുതി, അപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഒരു നികുതിയാണ്, മതനികുതിയാണ് ജസിയ. ഈ ജസിയ നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. അപ്പം മതപരമായ സഹിഷ്ണുത മാത്രമല്ല ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ അക്ബറിനുണ്ടായിരുന്നത്. ഭരണപരമായ സഹിഷ്ണുതയും ആര് പുലർത്തിയിരുന്നു? അക്ബർ പുലർത്തിയിരുന്നു. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. അപ്പം മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും ആര് പരിഗണിച്ചു? അക്ബർ തുല്യമായി പരിഗണിച്ചിരുന്നു. അതിനുദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവാൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ ആരുടെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, എന്താണ് അക്ബറുടെ രാജസദസ്സിൽ ഉൾപ്പെടുന്നവർ, അല്ലെങ്കിൽ അക്ബറുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ആര് എന്നൊക്കെ ഇത് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉൾപ്പെടാത്തത് ആരെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. രാജ തോഡർമാൾ, പിന്നെ ആരാണ്? രാജ മാൻസിംഗ്, പിന്നെയോ രാജ ഭഗവാൻ ദാസ്, ബീർബൽ. അപ്പം രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവാൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരാണ്. അക്ബർ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ ഇവിടെ അത് കുട്ടികൾക്കുള്ള ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ഒരു 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ എന്താണ്? ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പ് ഏതാണ്? തുസുക്കി ജഹാംഗീറിയാണ് ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി കുൽ, എല്ലാവർക്കും സമാധാനം. അപ്പോൾ സുൽഹി കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് എന്ന് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചത് നമ്മുടെ മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയ വാക്കുകളാണ് നമ്മളിവിടെ എടുത്തു പഠിച്ചത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാം. ഇത് ആരുടെ ഓർമ്മക്കുറിപ്പിലെ വരികളാണ് എന്ന് ചോദിക്കാം. എൻ്റെ അനുയായികൾക്ക് എന്ന് തുടങ്ങുന്ന ഈ വരികൾ. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിൻ്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായെന്ന് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടികൾക്കായിട്ടുള്ളതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം? അക്ബറിൻ്റേതാണ്. അക്ബർ മാൻസബ്ദാരി സമ്പ്രദായം, അദ്ദേഹത്തിൻ്റെ സൈനിക സമ്പ്രദായമാണ് ഈ മാൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും.
ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അപ്പം മാൻസബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സൈനിക ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഒരു മാൻസബ്ദാർക്ക് പദവി നൽകിയിരുന്നത് അയാൾ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അപ്പോൾ മൻസബ്ദാർമാർക്ക് നൽകിയിരുന്നത് എന്താണ്? ഓരോരുത്തർക്കും അവരുടെ പദവിക്കനുസരിച്ച് ഭൂമിയാണ് പതിച്ചു നൽകിയിരുന്നത്. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് ആര്? ഈ മൻസബ്ദാർ അവരുടെ സൈന്യത്തെ നിലനിർത്തിക്കൊണ്ടുപോയത്. ഭരണം ശക്തമായി മുന്നോട്ട് പോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം ആര് കൊണ്ടുവന്നത്? അക്ബർ കൊണ്ടുവന്നത്. അപ്പം നല്ല രീതിയിൽ ഭരണം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അക്ബർ കൊണ്ടുവന്ന സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി മുഗൾ ഭരണരീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നുവെന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുഗൾ രാജ്യത്തെ എങ്ങനെ തിരിച്ചിരുന്നു? മുഗൾ രാജ്യത്തെ സുബകളായും ഈ സുബകളെ സർക്കാരുകളായും സർക്കാരുകളെ പർഗാനകളായും വീണ്ടും ഈ പർഗാനകളെ എന്താണ് ഗ്രാമങ്ങളായും തരംതിരിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ്? സുബകളായിരുന്നു. അപ്പോൾ സാമ്രാജ്യത്തെ മൊത്തത്തിൽ എന്താണ്? സുബകളായിട്ട് തരംതിരിച്ചു. ഈ വീണ്ടും സുബകളെ എന്താക്കി? സർക്കാരുകളാക്കി തിരിച്ചു. സർക്കാരുകൾ എന്തായി? പർഗാനകളായി. പർഗാനകൾ എന്തായി? ഗ്രാമമായി. അപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് സുബയും ഏറ്റവും താഴ്ന്ന തരത്തിലുള്ളത് താഴ്ന്ന ആ ഒരു തലത്തിലുള്ളത് ഏതാണ്? ഗ്രാമവും ആയിരുന്നു. ഇതാണ് മുഗൾ കാലഘട്ടത്തിലെ ആ ഒരു രാജ്യത്തിൻ്റെ തരംതിരിവ് എന്ന് പറയുന്നത്. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം അല്ലെങ്കിൽ ആ ഒരു ഭരണഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അപ്പോൾ ആരുടെ കാലത്താണ്? നമ്മുടെ അക്ബറിൻ്റെ കാലത്താണ് എന്ത് ചെയ്തത്? ഇതുപോലൊരു ഭരണക്രമം കൃത്യമായി രൂപപ്പെട്ടത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ഭരണകാര്യം എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ പരമാധികാരി, സർവ്വസൈന്യാധിപൻ, നിയമനിർമ്മാതാവ്, അന്തിമ ന്യായാധിപൻ, ഇതൊക്കെ ആരുടെ കൈകളിലായിരുന്നു? ഇതിൻ്റെ എല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ എന്താണ്? നീതിന്യായ നിർവഹണത്തിനായിട്ട് എന്തുണ്ടായിരുന്നില്ല? പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ഖോസിമാറാണ് എന്ത് ചെയ്തത്? തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അപ്പോൾ നീതിന്യായ നിർവഹണത്തിൽ തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിച്ച മതപണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് എന്ത്? ഖോസിമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവരാണ് എന്ത് ചെയ്തിരുന്നത്? ഒരു തർക്കങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നത്? പരിഹരിച്ച് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് ആരോട് പറയാം? നേരിട്ട് ചക്രവർത്തിയോട് നേരിട്ട് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ രാജാവിന് ഉപദേശം നൽകുന്നത് ഭരണകാര്യങ്ങളിൽ ആരാണ്? മന്ത്രിമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വകുപ്പ് അധ്യക്ഷന്മാരും ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ചിത്രത്തിൻ്റെ പ്രത്യേകത? അക്ബർ ചക്രവർത്തി ദിവാൻ-ഇ-ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നൊരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ്.
അക്ബറിൻ്റെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ മുഗളന്മാരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ യൂറോപ്യന്മാർ, ഇവിടെ വന്ന യൂറോപ്യന്മാരും അതുപോലെ യൂറോപ്യൻ സഞ്ചാരിമാർ, വ്യാപാരികൾ ഒക്കെ അവരുടെ യാത്രാ വിവരണങ്ങളിൽ മുഗളന്മാരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ മുഗളന്മാരുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പം നമ്മുടെ സമൂഹത്തെ എന്ത് ചെയ്തിരുന്നു? പല തട്ടുകളായി ആ കാലഘട്ടത്തിൽ വിഭജിച്ചിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ ആരുമായിരുന്നു? രാജാവും ആയിരുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കുള്ള ജീവിത നിലവാരം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വേതനം അതുപോലെ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തെയൊക്കെ ആശ്രയിച്ചായിരുന്നു ഇരുന്നത്. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അപ്പോൾ രാജ്യത്ത് ഭൂരിഭാഗം ആളുകളും കർഷകരായിരുന്നു. ഇനി അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ജാതിയിൽപ്പെട്ടവരും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. അപ്പോൾ ആരുടെ കാലഘട്ടത്തിലെ? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ ആര് പറയണം? ടവർണിയർ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും അതുപോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ എന്ത് ചെയ്തു? ഇതിലൊക്കെ വളരെ വളരെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ ഓർമ്മക്കുറിപ്പ്? ബാബറുടെ ഓർമ്മക്കുറിപ്പ്. അതാണ്. അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരാളുടെ ഓർമ്മക്കുറിപ്പ് പഠിച്ചായിരുന്നു. ആരുടെയാണ്? ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പ്. ഏതായിരുന്നു? തുസുക്കി ജഹാംഗീറി. അപ്പോൾ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഗ്രയും അപ്പോൾ നമ്മൾ പറഞ്ഞു ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പിൽ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നോക്കിയേ. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഏതൊക്കെയാണ്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതാണ്, അതുപോലെ ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. അപ്പോൾ ഈ ആഗ്രയും ഫത്തേപൂർ സിക്രിയും തമ്മിൽ എത്ര മൈൽ അകലമുണ്ട്? 12 മൈൽ അകലം അല്ലെങ്കിൽ ദൂരമുണ്ട്. ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോൾ നമ്മുടെ മുഗൾ കാലഘട്ടത്തിലെ ആ ഒരു സാമൂഹിക സ്ഥിതിയാണ് പറയുന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ അകലം, ഒരു ദൂരമുണ്ട്. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികളുണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മൾ മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരാണ്? നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച, ഇന്ത്യയിലേക്ക് വന്ന ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച്
ഇന്ത്യയിലെ 2 നഗരങ്ങളെ ഏതൊക്കെയാണ്? ഫത്തേപൂർ സിക്രിയെയും ആഗ്രയും കുറിച്ച് വിവരിക്കുന്നതാണ് നമ്മൾ മുകളിൽ കണ്ടത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. അപ്പോൾ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ കൃഷി വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്? നെല്ല്, ഗോതമ്പ്, ബാർലി, പിന്നെന്താണ്, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐനി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരുടെ കൃതിയാണ്? അബുൾ ഫസലിൻ്റെ പുസ്തകമാണ് ഐനി അക്ബരി. അബുൾ ഫസലിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഐനി അക്ബരി. ഈ ഐനി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണ്? അത് ഐനി അക്ബരിയാണ്. ആരാണത് എഴുതിയത്? നമ്മുടെ അബുൾ ഫസലിൻ്റെ പുസ്തകമാണത്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്താണ്? നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇവർ നികുതി കൊടുക്കുന്ന അത്രയും കാലം ഇവർക്ക് ആ ഭൂമി കൈവശം വയ്ക്കാമായിരുന്നു. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പം മുഗളന്മാരെന്ത് ചെയ്തു? സാങ്കേതിക വിദ്യകളും പുതിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചു. ഇത് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അപ്പോൾ ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ പറയുന്നത് അബുൾ ഫസലിനെ കുറിച്ചാണ്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ആര്? ഈ അബുൾ ഫസൽ എന്ന് പറയുന്നത്. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അക്ബറിൻ്റെ ജീവചരിത്രം എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ്. ഐനി അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും ആരാണ്? ഈ അബുൾ ഫസലാണ്. അപ്പോൾ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനാണ് ആര്? അബുൾ ഫസൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഐനി അക്ബരിയും അക്ബർനാമയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം അക്ബറിൻ്റെ ഉപദേശകനായിരുന്നു. അതുപോലെ തന്നെ അക്ബറിൻ്റെ എന്തുമായിരുന്നു? ജീവചരിത്രകാരനും ആയിരുന്നു അബുൾ ഫസൽ. ഇതുണ്ടോ, ഇതാണ് പേർഷ്യൻ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ മുഗളന്മാർ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ചക്രം. അപ്പോൾ മുഗളന്മാർ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ചക്രമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ വസ്തുക്കളാണ് കയറ്റുമതി ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്തൊക്കെയാണ്? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയാണ് പ്രധാനമായും എന്ത് ചെയ്തിരുന്നത്? കയറ്റുമതി ചെയ്തിരുന്നത്. അപ്പോൾ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം എവിടെയാണ്? അത് ഗുജറാത്താണ്. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. അപ്പോൾ മുഗളന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ധാക്ക, അതുപോലെ മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര മുതലായവ എന്തായിരുന്നു? ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നഗരങ്ങൾ, ഇന്നത്തെ രാജ്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ധാക്ക
ധാക്ക ഇന്ന് ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് മുർഷിദാബാദ്. ലാഹോർ എവിടെയാണ്? ലാഹോർ പാകിസ്ഥാൻ. ലാഹോർ പാകിസ്ഥാനാണ്. അതുപോലെ സൂററ്റ് നമുക്കറിയാം ഇന്ത്യയിലാണ് ഗുജറാത്തിലാണ് സൂററ്റ്. അപ്പം ഇന്ത്യയിലാണ് സൂററ്റ്. ആഗ്ര നമുക്കറിയാം ഡൽഹിയിലാണ്. അപ്പോൾ അത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പം ഇതാണ് നഗരങ്ങളും ഇന്നത്തെ രാജ്യങ്ങളും. ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ഇന്ത്യ, അതുപോലെ ആഗ്ര ഇന്ത്യ. ഇനി നമ്മൾ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ചാണ്, മുഗൾ ഭരണകാലഘട്ടത്തിലെ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് നമ്മുടെ റസ്നാമ എന്ന ഒരു പുസ്തകത്തിൻ്റെ പുറം ചട്ടയാണ് ഇവിടെ തന്നിരിക്കുന്നത്. റസ്നാമ എന്നൊരു പുസ്തകം. അപ്പം നമുക്ക് നോക്കാം. ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറം ചട്ടയുടെ ചിത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറം ചട്ടയുടെ ചിത്രമാണ് എന്ത്? നമ്മളിവിടെ കണ്ട റസ്നാമ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ എന്താണ്? പുറം ചട്ട. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ ഇത് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ദാരാ ഷുക്കോ ഷാജഹാൻ്റെ മകനാണ്. ദാരാ ഷുക്കോയാണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ പറയണം? അത് ദാരാ ഷുക്കോ, ഷാജഹാൻ്റെ പുത്രനായ ദാരാ ഷുക്കോയാണ്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്വത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയും പേർഷ്യൻ അല്ലെങ്കിൽ മുഗളന്മാരുടെ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ് ഏതൊക്കെയാ? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പോൾ ഉറുദു എന്ന് പറയുന്ന ഏതൊക്കെ ഭാഷകൾ കൂടിച്ചേർന്നതാ? പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും കൂടിച്ചേർന്നതാണ് ഉറുദു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും കൂടി ചേർന്ന് ഉറുദു പുതിയൊരു ഭാഷയായി രൂപപ്പെട്ടു. ഇക്കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചത്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? മുഗളന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇവിടെ താജ്മഹലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ ഏതാണ് നമ്മുടെ ആഗ്ര കോട്ട. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇനി നമ്മൾ അടുത്തൊരു സാമ്രാജ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഏതാണ്? വിജയനഗര ഭരണം. വിജയനഗര സാമ്രാജ്യം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലും ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഈ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മളിനി നോക്കുന്നത്. വിജയനഗരവും ഹംപിയും. വിജയനഗരത്തിൻ്റെ അല്ലെങ്കിൽ വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. ഇപ്പോൾ വിജയനഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നഗരമാണ് വിജയനഗരം. അതുപോലെ അതൊരു രാജ്യത്തിൻ്റെ പേരുമാണ്. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അപ്പോൾ 1565 ചരിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സമയത്താണ് തളിക്കോട്ട യുദ്ധം നടന്നത്.
തളിക്കോട്ട യുദ്ധം. അപ്പോൾ ഈ തളിക്കോട്ട യുദ്ധത്തിലാണ് വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്തത്, നശിച്ചു പോയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 1565 CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. അപ്പോൾ ഇത് എന്താണ്, ജനമനസ്സിൽ അവരുടെ മനസ്സുകളിൽ ഏത് പേരായിരുന്നു, ഹംപി എന്ന പേരിലാണ് ഇത് നിലനിന്നത്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്, കേണൽ മക്കൻസി ആണ്. കേണൽ മക്കൻസി അദ്ദേഹം ആരാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കേണൽ മക്കൻസി. ഇദ്ദേഹമാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഏത് വർഷമാണ്, 1800 അദ്ദേഹം ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ആരാണ്, കേണൽ മക്കൻസി. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പോൾ നമ്മുടെ കേണൽ മക്കൻസി എന്ത് ചെയ്തു, ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് എന്ത് ചെയ്തത്, 1800 ഗവേഷകരൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞത്, വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലോട്ട് അവരുടെ ശ്രദ്ധ പതിപ്പിച്ചത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്, നമ്മുടെ വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് ഇത് നിലനിന്നിരുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണദേവരായയുടെ കാലത്തെ വിജയനഗര സാമ്രാജ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ സമയത്ത് കൃഷ്ണദേവരായർ ഭരണം നടത്തിയപ്പോഴാണ് ഇതുവരെ എന്ത് ചെയ്തത്, വ്യാപിച്ചത്. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഭൂപടം നോക്കി കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് വിജയനഗര രാജാക്കന്മാരെ കുറിച്ചാണ്. വിജയനഗര രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? വിജയനഗരം ഭരണം നടത്തിയത് പ്രധാനമായിട്ടും 4 രാജവംശം ചേർന്നിട്ടാണ്. 4 രാജവംശങ്ങളാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ രാജവംശമാണ് സംഗമ രാജവംശം, രണ്ടാമത്തത് സാലുവ രാജവംശം, മൂന്നാമത്തത് തുളുവ വംശം, 4 അരവിഡു വംശം. അപ്പം സംഗമ, സാലുവ, തുളുവ, അരവിഡു, ഇതാണ് വിജയനഗര രാജവംശം എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ രാജാക്കന്മാർ ആരൊക്കെയാണ്? സംഗമ രാജവംശത്തിലാണ് ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനും സംഗമ രാജവംശം. സാലുവ രാജവംശം ആരൊക്കെയാണ്? നരസിംഹ സാലുവയാണ് സാലുവ രാജവംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി. തുളുവ രാജവംശത്തിൽ ആരായിരുന്നു? തുളുവയിൽ വരുന്നതാണ് വീര നരസിംഹനും കൃഷ്ണദേവരായരും. അപ്പം കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? തുളുവ രാജവംശത്തിലെ അംഗമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. ഇനി അരവിഡു രാജവംശത്തിൽപ്പെടുന്നവരാണ് തിരുമലയും വെങ്കട ഒന്നാമനും. തിരുമല, വെങ്കട ഒന്നാമൻ എന്നിവർ അരവിഡു രാജവംശത്തിലെ ആളുകളാണ്. അപ്പോൾ സംഗമ രാജവംശം ചോദിച്ചാൽ ഹരിഹരനും ബുക്കനുമാണ് സംഗമ രാജവംശം. അതുപോലെ സാലുവയാണെങ്കിൽ നരസിംഹ സാലുവ. തുളുവ രാജവംശത്തിൽ ആരൊക്കെയാണ്? വീരനരസിംഹനും കൃഷ്ണദേവരായരും. അതുപോലെ അരവിഡു വംശത്തിൽ ആരൊക്കെയാണ്? തിരുമലയും വെങ്കട ഒന്നാമനുമാണ്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? CE 1336. പഠിക്കാൻ വളരെ എളുപ്പമാണ്. 1336 1 3 3 6. അപ്പോൾ എന്താണ്? 1336. CE 1336 ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരം എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ഇത് സ്ഥാപിച്ചത്? വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരനും ബുക്കനും 1336 എന്ത് ചെയ്തത്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെ 20 വർഷക്കാലം അദ്ദേഹം എന്ത് ചെയ്തു? ഭരണം നടത്തി. 509 മുതൽ 529 വരെ.
യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് എന്തോ പറഞ്ഞു, അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഏതൊരാൾക്കും യാതൊരു അസാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പം ഇത് ആരുടെ വാക്കുകളാണ്? ബാർബോസ എന്ന പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണ്. അപ്പോൾ ബാർബോസ ഏത് സഞ്ചാരിയാണ്, ഏത് രാജ്യത്തിലെ സഞ്ചാരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു കൊട്ടേഷൻ തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കാം. അപ്പോൾ ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ, അല്ലെങ്കിൽ ഇത് ഏത് സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നും ചോദിക്കാം. അപ്പോൾ ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായരുടെ ഭരണകാലം എന്ന് പറയുന്നത് ആ സമയത്താണ് എന്ത് ചെയ്തത്? രാജ്യം വ്യാപിച്ചത്. അതുപോലെ രാജ്യം വികസനത്തിലെത്തിയതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. അപ്പം ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃഷ്ണദേവരായരുടെ കാലത്തുണ്ടായിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. അപ്പോൾ തലസ്ഥാന നഗരിയായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം എന്ത് ചെയ്തു? കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഇവർ പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. അപ്പോൾ ഈ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത് മതസഹിഷ്ണുതയുള്ള രാജാവായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ മതങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ മതങ്ങളോടും അദ്ദേഹം എന്ത് കാണിച്ചു? മതസഹിഷ്ണുത കാണിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും എന്ത് ചെയ്തു? ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമല്യാദ, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണദേവരായരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അമുക്തമാല്യതയും ജാംബവതി കല്യാണവും. അമുക്തമാല്യതയും ജാംബവതി കല്യാണവും ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ പുസ്തകങ്ങളായിരുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെ സാഹിത്യങ്ങളെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്? തെലുങ്ക്, അതുപോലെ കന്നഡ, തമിഴ് എന്നീ സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചു. അപ്പോൾ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ ആരുടെ സദസ്സിലാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ. അത് കുട്ടികൾക്കുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ നമ്മുടെ മുഗളന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഈ വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ അല്ലെങ്കിൽ അതുപോലെ നാടുകൾ അല്ലെങ്കിൽ എന്താണ് ജില്ലകൾ. ഇനി സ്ഥലം, അതിനെന്താ പറയുന്നത്? ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ. മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, അതുപോലെ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. മണ്ഡലങ്ങളുടെ മറ്റൊരു പേര് പ്രവിശ്യ, നാടുകളുടെ പേരെന്താണ്? ജില്ലകൾ, സ്ഥലമാണെങ്കിൽ ഉപജില്ലകൾ എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്.
രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അപ്പം മന്ത്രിമാരെ തരം താഴ്ത്താനും അവരെ ശിക്ഷിക്കാനുമൊക്കെ ആർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ? രാജാവിന്. നീതിന്യായ നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എന്തുണ്ടായിരുന്നു? പല തലത്തിലുള്ള കോടതികൾ പ്രവർത്തിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നീതി നിർവഹണത്തിനായിട്ടാണ് എന്തുണ്ടായിരുന്നത്? കോടതികൾ ഉണ്ടായിരുന്നത്. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. അപ്പോൾ രാജാവ് തന്നെയായിരുന്നു എന്ത്? അപ്പീൽ അധികാരി എന്ന് പറയുന്നത്. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ കുറ്റങ്ങളാണ് അല്ലെങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെയാണ് എങ്കിൽ അതാര് കൈകാര്യം ചെയ്തു? ഗ്രാമങ്ങളിലെ കോടതികൾ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാരൊക്കെയാ? നായകന്മാരും ഉണ്ടായിരുന്നു, അവരിൽ അമരനായകന്മാരും ഉണ്ടായിരുന്നു. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൈനിക മേധാവികളെയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. അപ്പോൾ സൈനിക മേധാവികൾക്ക് രാജാക്കന്മാർ എന്ത് നൽകി? ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തിൽ ആരൊക്കെ പ്രധാന പങ്ക് വഹിച്ചു? നായകന്മാരും അമരനായകന്മാരും പ്രധാന പങ്ക് വഹിച്ചു. സൈനിക മേധാവികളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അമരനായകന്മാർ എന്ന് പറഞ്ഞത്. ഇവർക്ക് എങ്ങനെയായിരുന്നു? രാജാക്കന്മാർ ഇവർക്ക് എന്ത് നൽകി? ഭൂപ്രദേശങ്ങളൊക്കെ അനുവദിച്ച് നൽകിയിരുന്നു. ഇങ്ങനെ നൽകിയിരുന്ന ഭൂപ്രദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെട്ടു? അമര എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാർ ആയിരുന്നു. അപ്പോൾ ഈ അമരത്തിൻ്റെ ഭരണമാർക്കാണ്? അത് അമരനായകന്മാരാണ് നിർവഹിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അപ്പോൾ ആ പ്രദേശങ്ങളുടെ നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്ക് തന്നെയാണ്? അമരനായകന്മാർക്കാണ്. അപ്പോൾ അമര എന്ന പ്രദേശത്തിൽ നികുതി പിരിച്ചിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അമരനായകന്മാരാണ്. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തിരുന്നു? രാജാവിനൊരു നിശ്ചിത തുക ആര് നൽകിയിരുന്നു? അമരനായകന്മാർ രാജാവിനൊരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയെ നിലനിർത്തിയിരുന്നു. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു നിശ്ചിത എണ്ണം കാലാൾപ്പട ഉണ്ടായിരുന്നു, കുതിരപ്പട ഉണ്ടായിരുന്നു, ആനകളും ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥയെ എന്തെന്ന് പറയുന്നു? അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം നമ്മൾ മുഗളന്മാരെ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? അവരുടെ സൈനിക അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം എന്ന് പറഞ്ഞു. ഇവിടെ കൃഷ്ണദേവരായർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് എന്ത്? അമരനായക സംവിധാനം. ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കാണ്? ബ്രാഹ്മണർക്കാണ് സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭൂമിയിൽ നിന്നുള്ള വരുമാനം ആരുടെ അവകാശപ്പെട്ടതാണ്? ആർക്കായിരുന്നു അവകാശമുള്ളത്? അത് ബ്രാഹ്മണർക്കാണ് അവകാശമുണ്ടായിരുന്നത്. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ്? ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അത് നമ്മുടെ ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ മറ്റ് ജനവിഭാഗങ്ങൾ ഏതൊക്കെ മേഖലകളിൽ തിരഞ്ഞെടുത്തു? അവർ സമൂഹത്തിൽ മറ്റുള്ളവർ കൃഷി, അതുപോലെ കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. അപ്പോൾ സമ്പന്നരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടു. അപ്പോൾ ശൈശവ വിവാഹം ഉണ്ടായിരുന്നു, സതി സമ്പ്രദായം, ഇതൊക്കെ ഏത് സ്ഥലത്ത് ഏത് രാജ്യത്തിലുണ്ടായിരുന്നു? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇനി
മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ ഇത് ആരുടെ വാക്കുകളാണ്? ഡൊമിംഗോ പയസ് എന്ന വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണ്. നേരത്തെ നമ്മളൊരു പോർച്ചുഗീസ് സഞ്ചാരിയെക്കുറിച്ച് പറഞ്ഞു. അതാരായിരുന്നു? അതാണ് ബാർബോസ. അപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിംഗോ പയസ്. ഇദ്ദേഹം ആരുടെ സദസ്സിലാണ് വന്നത്? എവിടെയാണ് വന്നത്? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സദസ്സിൽ വന്ന ആളാണ് ഡൊമിംഗോ പയസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ്. മുകളിൽ നൽകിയിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് വായിച്ചല്ലോ. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചത്. അപ്പോൾ ജനങ്ങൾ അവിടെ അവരുടെ തൊഴിൽ കൃഷിയായിരുന്നു. പക്ഷെ അവരെന്തൊക്കെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്? അവർ സിൽക്ക്, അതുപോലെ പരുത്തി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. അപ്പോൾ ഇവിടെ ജലസേചനം ഉണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ അവർ ജലസേചന പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 15-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം. അപ്പോൾ കമലാപുരം കുളം നിർമ്മിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. കമലാപുരം കുളവും പിന്നെന്താണ്? ഹിരിയ കനാലും കമലാപുരം കുളവും നിർമ്മിക്കുകയുണ്ടായി. ഇത് ഏത് നദിക്ക് കുറുകെയാണ്? തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടാണ് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയത്. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഭൂമി സർവേ ചെയ്തു, ഗുണനിലവാരം അനുസരിച്ച് നികുതിയും നിശ്ചയിച്ചു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. നമ്മുടെ ഇന്നത്തേതുപോലെ തന്നെ എന്താണ്? ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, അതുപോലെ വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ എന്നിവ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്ത് ചെയ്തു? വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ എവിടെ എത്തിച്ചേർന്നു? ഇത്രയും പേരും പ്രശസ്തിയൊക്കെ ആർജിച്ച വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. അപ്പോൾ ഭരണാധികാരികൾ എന്ത് ചെയ്തു? വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. അപ്പോൾ വിദേശ വ്യാപാരത്തിന് പ്രാധാന്യം നൽകി. ആരൊക്കെയായിരുന്നു ഇതിൽ കുത്തക ഉണ്ടായിരുന്നത്? പോർച്ചുഗീസുകാർക്കും അതുപോലെ അറബികളുമാണ് ഇവർ നമ്മുടെ വിജയനഗരക്കാരുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികളെന്ന് പറയുന്നത്. വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക എന്ന് പറയുന്നത് അറബികൾക്കും പിന്നെ പോർച്ചുഗീസുകാർക്കുമായിരുന്നു. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു. നമ്മുടെ വിജയനഗര സാമ്രാജ്യക്കാർ വ്യാപാരം നടത്തിയിരുന്നു. അപ്പോൾ ചൈനയും ശ്രീലങ്കയുമായിട്ടൊക്കെ വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. അപ്പോൾ ഇവർ എവിടെ നിന്നാണ്? അറേബ്യ എന്നും മധ്യേഷ്യ എന്നുമൊക്കെ എന്തിനെ കൊണ്ടുവന്നു? കുതിരകളെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഈ കച്ചവടം പ്രധാനമായും ആരുമായ നടത്തിയിരുന്നത്? അറബികളായിരുന്നു ഇതിൽ ഈ കുതിരകളെ കച്ചവടം നടത്തിയിരുന്നത്. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. അപ്പോൾ ഇവരുടെ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനം ആരാണ്? കുതിരകളായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരാണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടത്. അപ്പോൾ കുതിര കച്ചവടത്തിൽ പങ്കെടുത്ത സാധാരണ കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുതിരച്ചെട്ടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം
ഏറ്റെടുത്തു. അപ്പോൾ കാലക്രമേണ ആരാണ്? പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഈ കുതിരച്ചട്ടികളെയൊക്കെ പിന്തള്ളി എന്ത് ചെയ്തു? അതുപോലെ അറബികളെയും പിന്തള്ളി പോർച്ചുഗീസുകാർ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഈ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം എന്ത് ചെയ്തു? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവടത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എവിടെ നിന്ന് ലഭിച്ച? നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവടത്തെ സൂചിപ്പിക്കുന്നു. ഇനി സാംസ്കാരികമാണ് പറഞ്ഞിരിക്കുന്നത്. ഹസാര രാമക്ഷേത്രം, ഹംപിയിലെ ഹസാര രാമക്ഷേത്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഹസാര രാമക്ഷേത്രം. ഹസാര രാമക്ഷേത്രമാണ് ഇത്. ഹസാര രാമക്ഷേത്രം. അതുപോലെ ഇവിടെ അടുത്തൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് വിത്തല സ്വാമി ക്ഷേത്രം. വിത്തല സ്വാമി ക്ഷേത്രം ഹംപിയിലെ വിത്തല സ്വാമി ക്ഷേത്രമാണ്. ഇനി ഏതാ? വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാ? ഇവർ വേദങ്ങളും അതുപോലെ എന്താണ് ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് വളർച്ചയുണ്ടായത്? കലയിലും വാസ്തുശില്പത്തിലും ശില്പകലയിലും സാഹിത്യത്തിലും സംഗീതത്തിലുമൊക്കെ അഭൂതപൂർവമായ നേട്ടമുണ്ടായെന്നാണ് പറയുന്നത്. ഇനി കൃഷ്ണദേവരായരെ പോലെ രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായരെ പോലെ ആരൊക്കെയാ? മറ്റ് രാജാക്കന്മാരും എന്ത് ചെയ്തു? കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൽ കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത് ഏത് കലയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. ഇനി എന്താണ്? ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. അപ്പോൾ ഗോപുരങ്ങൾ എന്ന പേരിൽ ഇവരെന്ത് ചെയ്തു? ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു. അതാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശില്പകലയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇതുണ്ട ഇവിടെ തന്നിട്ടുണ്ട്. ഗോപുര ശില്പകല മാതൃകയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏതാണ്? തെലുങ്ക് സാഹിത്യമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഇനി തുടർ പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച ചിത്രങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കുക. അത് കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി എന്താണ്? മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാൻ. ഇപ്പോൾ മുഗളന്മാരുടെയും എന്താണ് വിജയനഗരത്തിൻ്റെയും പൊതുവായ സവിശേഷത എന്തൊക്കെയാണ്? രണ്ട് സ്ഥലത്തും എന്തുണ്ടായിരുന്നു? രാജവാഴ്ചയുണ്ടായിരുന്നു. രണ്ട് സ്ഥലങ്ങളിലും ജനങ്ങളുടെ മുഖ്യ തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. രണ്ടിടത്തും കൃഷി തന്നെയായിരുന്നു. കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്. ഇനി ഇവിടുത്തെ സൈനിക സഹായ വ്യവസ്ഥയാണ് മാൻസബ്ദാരിയാണ്. മൻസബ്ദാരി. ഇനി ഇവിടെയാണെങ്കിൽ എന്താണ്? അമരനായക സമ്പ്രദായം. പിന്നെന്താണ്? രണ്ടിടത്തും എന്താണ്? കലാ, സാംസ്കാരിക മേഖലകളിലെ പുരോഗതി കൈവരിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ്? മതപരമായ സഹിഷ്ണുത രണ്ട് സ്ഥലത്തും മുഗളന്മാരുടെ കാലഘട്ടത്തിലും ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാരെ നമ്മുടെ എന്താണ്
ഏഴാം ക്ലാസ്സിലെ SS-ൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വീഡിയോസ് ഉടനടി തന്നെ പൂർത്തിയാക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അത് എടുത്ത് പറയുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.